സ്പീഡ് ടൈപ്പിംഗ് നിങ്ങളുടെ സൂപ്പർ പവർ ആണെങ്കിൽ വിം നിങ്ങളുടെ റോക്കറ്റ് ലോഞ്ചറാണ്. കീബോർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമുള്ള മൗസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മൊത്തത്തിൽ എടുത്തു കളഞ്ഞ് എഡിറ്റിംഗ്, നാവിഗേഷൻ, കൺട്രോളിങ് എല്ലാം ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് തന്നെ. നിങ്ങൾക്ക് ഒരു കാരണവശാലും കീബോർഡിൽ നിന്ന് കൈ പുറത്തോട്ട് കൊണ്ടുപോകേണ്ട കാര്യം പോലുമില്ല. ഇതാണ് ആൾമോസ്റ്റ് വിമ്മിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ. ഹെവിഗോ ആദ്യമേ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അതിനകത്ത് നാവിഗേഷൻ ചെയ്യാനായിട്ട് JK അല്ലെങ്കിൽ HL അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് പിന്നെ ഇൻസേർട്ട് മോഡിലോട്ട് പോകും. ഇൻസേർട്ട് മോഡിലാണ് നമുക്ക് അടിച്ചിട്ട് ഇൻസേർട്ട് മോഡിലോട്ട് പോയാൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. സോ ടൈപ്പ് ചെയ്യുന്നു, എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ജസ്റ്റ് ഇത് സേവ് ചെയ്യാനായിട്ട് W അടിക്കുന്നു. W അടിക്കുമ്പം റൈറ്റ് എന്നാണ് അർത്ഥം. നിങ്ങളിപ്പം ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ടൈപ്പിംഗ് സ്പീഡിനകത്ത് ഭയങ്കര ബ്രില്യൻ്റാണ്, ഭയങ്കര സ്പീഡിലായിരിക്കും നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഓക്കെ ഇതിൽ കൂടുതൽ സ്പീഡ് അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ വിം ട്രൈ ചെയ്ത് നോക്കുക. കാരണം വിം ട്രൈ ചെയ്യുമ്പോഴത്തേക്കിനും ടോട്ടലി നിങ്ങളുടെ ആ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് വ്യൂ കംപ്ലീറ്റ്ലി മാറും. കാരണം വിമ്മിനകത്ത് ഉള്ള വിം മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ വിം പ്ലഗിൻസ്, ഇതെല്ലാം കൊണ്ടും തന്നെ വിം ഭയങ്കര പവർഫുൾ ആക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ടെക്സ്റ്റ് എഡിറ്റർ പിന്നെ നോക്കേണ്ട പോലും ആവശ്യം വരത്തില്ല. ഓക്കെ, വിം ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയാകത്തില്ല, കാരണം വിമ്മിൻ്റെ മോഷൻസ്, മോഡ്സ്, അതുപോലെ തന്നെ പ്ലഗിൻസ്, ഇതെല്ലാം കൊണ്ട് തന്നെ വിമ്മിൻ്റെ ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റും കൂടെ ആയപ്പോഴത്തേക്കിനും ഞാൻ പറയുക വിം 1991 മുതലുള്ളൊരു എഡിറ്ററാണ് ബ്രാം മുള്ളറിൻ്റെ. സോ ബ്രാം മുള്ളർ ഈ ഒരു വിമ്മിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു ലെവൽ വരെ എത്തിയപ്പോഴത്തേക്കിനും ഓക്കെ എനിക്ക് ഇതിൽ കൂടുതലായിട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ വയ്യ എന്നൊക്കെ തോന്നിയപ്പോഴാണ് വേറൊരു ഫോർക്ക് ഉണ്ടായത്, നിയോ വിം എന്ന് പറഞ്ഞു. ഓക്കെ, വിമ്മിൻ്റെ കീ ബൈൻഡിങ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ VI യൂസ് ചെയ്യാനും സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ നിയോ വിമ്മും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നിയോ വിമ്മിനകത്താണ് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്നത്. ഒരു 8 hours 9 hours ഒക്കെ കോഡിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമേ ഭയങ്കര പാടായിരിക്കും അത് പഠിച്ച് വരാനായിട്ട്. പക്ഷെ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങുമ്പം പിന്നെ നിങ്ങൾ ഗോഡ് ലെവലിലാണ്. സീരിയസ്ലി ഗോഡ് ലെവൽ. ഒരു ബെസ്റ്റ് പ്രോഗ്രാമർ എന്നുള്ള നിലയിൽ നിങ്ങൾ വിം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കുഴിയെടുക്കുന്നത് പേന കത്തി കൊണ്ടായിരിക്കും, VS കോഡിൻ്റെ ഒരു രീതിയിൽ. വിം ആണെങ്കിൽ നിങ്ങൾക്കൊരു ബുൾഡോസർ യൂസ് ചെയ്യുന്ന ഫീൽ കിട്ടും. അത്രേ ഉള്ളൂ. ഞാൻ ഇത് എപ്പോഴും പറയേണ്ട ഒരു കാര്യമില്ല. ബട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്കുന്ന കണ്ടൻറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ ഇതെന്തിനാ എപ്പോഴും പറയുന്നത് തന്നെ.